അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് വെച്ചാൽ റിയാക്ഷൻ തന്നെയാണ്. അതായത് ഷഹാന എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അതിൻ്റെ കാരണം എല്ലാവരും വാർത്തയിലൊക്കെ കണ്ടു കാണും. കറുത്തത്, അതായത് നിറം കുറവായതിൻ്റെ പേരിൽ ആ കുട്ടി അനുഭവിച്ച മാനസിക വിഷമം. നിറം കുറവാകുന്ന ആരുടെയും തെറ്റൊന്നുമല്ലല്ലോ. ഇല്ല, നിറം ഉണ്ടെന്ന് വെച്ച് ചെറിയ വെളുത്ത നിറം എന്ന് വെച്ച് അവർ എല്ലാം തികഞ്ഞവരാണെന്നൊന്നും ഇല്ലല്ലോ. അതായത് ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട്, പല പല കാരണങ്ങൾ കൊണ്ടും. പക്ഷേ ഈ കുട്ടി, അതായത് ഇവർ കാണാതെയാണ് ഈ പെൺകുട്ടിയെ കല്യാണം ഉറപ്പിച്ചതല്ലല്ലോ. എനിക്ക് ഇത് നട്ടപ്രാന്താണ് വരുന്നത്. ഈ കുട്ടി മരിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ കുട്ടി നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ട് അവരെ അതിൻ്റെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അല്ലാതെ മരിച്ചിട്ട് എന്താണ്? ഈ കുട്ടിക്ക് വിദ്യാഭ്യാസമുണ്ട്, വിദ്യാഭ്യാസമാണ് നിറത്തിനേക്കാളും ഒക്കെ വലുതെന്ന് തെളിയിച്ച് കൊടുക്കണം. കുറേ ആൾക്കാരുണ്ട്, വെളുത്തവരെ മാത്രമേ അവർക്ക് പിടിക്കൂ. പിന്നെ ചിലർ പറയലുണ്ട് കറുമ്പി, നീഗ്രോ, പെണ്ണുങ്ങളായാലും കുറച്ച് നിറം വേണം. ഇതൊക്കെ ഇവർ എവിടുന്ന് പഠിച്ചാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്ക് ഇച്ചിരി നിറമുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ട്. അപ്പം ഈ ചെക്കൻ്റെ ഉമ്മായൊക്കെ അങ്ങനത്തെ ആയിരിക്കും മിക്കവാറും. പിന്നെ മാതാപിതാക്കളാണ് തിരുത്തി കൊടുക്കേണ്ടത്. അതിൻ്റെ സ്ഥാനത്ത് ഇവർ ചെയ്യുന്ന ഇവർക്കൊക്കെ പടച്ചോൻ്റെ ഭാഗത്തു നിന്ന് എന്തായിരിക്കും കിട്ടുന്നത്? ഇവർ ഇച്ചിരി നിറവും ഇതൊക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ പേരിൽ അഹങ്കരിക്കുന്നവർ, ഇവർക്ക് ഇവരുടെ മനസ്സിനുള്ളിൽ അപ്പം എന്ത് കുഷ്ടമാണ്, എന്ത് കരിക്കട്ടയായിരിക്കും. അതായത് എന്തൊക്കെയാണ് ഓരോ മനുഷ്യന്മാരുടെ ഓരോ സ്വഭാവ ഗുണങ്ങൾ. ആ കുട്ടി എന്തിനാണ് ആ കുട്ടിക്ക് വേറൊരു കല്യാണം? ഇതിപ്പം ഇവരറിയാണ്ട് പെട്ടുപോയതായിരിക്കും. മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ചെക്കന് മുന്നേ വായിൽ നാക്കൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പറയാൻ. എന്തൊരവസ്ഥയാണ്! ഇങ്ങനെയൊന്നും ആരെയും ചെയ്യരുത്. കാരണം ആർക്കാണ് ഇനിയിപ്പം ഈ പറയുന്ന ഇവർ വേറെ വെളുത്ത പെണ്ണിനെ കെട്ടി അവർക്ക് കറുത്ത കുട്ടി ഉണ്ടായാൽ അവരെന്ത് ചെയ്യും? അവരെന്താണ് ചെയ്യാൻ പോകുന്നത്? ആ കൊച്ചിനെ എന്തെങ്കിലും ചെയ്യുമോ? വെളുത്തവർക്ക് മാത്രമേ ജീവിക്കാൻ പറ്റൂ? അല്ല, പിന്നെ നട്ടപ്രാന്ത് വരുന്നുണ്ട്. ഇതിനെതിരെ പ്രതികരിക്കാതിരുന്നാലേ പടച്ചോൻ്റെ ഇവർക്ക് അനുഭവിക്കാതെ എന്തായാലും പോവില്ല. കാരണം കർമ്മ എന്നൊന്നുണ്ട്. അവരവർ ചെയ്തത്. ഇതിപ്പം പണ്ടൊക്കെ പിന്നെ താമസിയാതെയൊക്കെ ഇതിപ്പം ഞാനാണെങ്കിലും തെറ്റ് ചെയ്താൽ ഞാൻ അനുഭവിക്കും, വേറൊരാളാണെങ്കിൽ അവരനുഭവിക്കും. ഇതൊക്കെ നമ്മൾ കോമൺ സെൻസ് ഉള്ളവരും മതപഠനവും എല്ലാം നടത്തുന്നുണ്ട്. എന്നിട്ടും വിവരം എന്ന് പറഞ്ഞ വിവരം ഇല്ലാതെ തൊലി മാത്രം വെളുത്തിട്ട് എന്താണ് കാര്യം എന്ന് എനിക്ക് ഇത് ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. ഇവരൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇവരെ അതിൻ്റേതായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല.